മുതലപ്പുഴയിൽ കാണാതായ ഷിജിനെ കണ്ടെത്തുന്നതിനായുള്ള നേവിയുടെ തെരച്ചിൽ ആരംഭിച്ചു. നേവിയുടെ ഡൈവിംഗ് സംഘമാണ് തെരച്ചിൽ നടത്തുന്നത്. കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും തെരച്ചിൽ തുടരുന്നുണ്ട്. സിജോ ബി ജോണുണ്ട്. സിജോ, കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് നേവിയെ കൂടി തെരച്ചിലിന്റെ ഭാഗമാക്കുന്നത്. തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 3/4 മണിക്കൂർ പിന്നിടുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ നീണ്ടകരയിലായിരുന്നു രാവിലെ തെരച്ചിലുണ്ടായിരുന്നത്. അവിടെ കാണാതായ ആൾക്ക് വേണ്ടിയിട്ട് തെരച്ചിലായിരുന്നു. അതിനുശേഷമാണ് 3 മണിയോട് കൂടിയിട്ട് നേവിയുടെ സംഘം എത്തിയത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 4 അംഗ സംഘമാണ് ഉള്ളത്. അവർ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. സാധാരണ സ്കൂബ ടീമിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ വിസിബിലിറ്റി ഭയങ്കര പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് സോണാർ സിസ്റ്റം ഇവർ ഉപയോഗിക്കുന്നുണ്ട്. സോണാർ സിസ്റ്റം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രത്യേക ഉപകരണങ്ങളിൽ നിന്ന് അവർ ശബ്ദം അങ്ങോട്ട് വിടും, ശബ്ദ തരംഗങ്ങൾ വിടും. ആ ശബ്ദ തരംഗങ്ങൾ വിടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും വെള്ളത്തിനടിയിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ പാറയിലോ അല്ലെങ്കിൽ മൃതദേഹത്തിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ തട്ടി റിഫ്ലക്ട് ചെയ്തതിനു ശേഷം അതിൻ്റെ ഒരു റിസൾട്ട് ഇങ്ങോട്ട് കിട്ടും. അത് ഒരു ചിത്രമായിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 3D രൂപമായിട്ടോ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാൾ അവിടെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അറിയാൻ സാധിക്കും. അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നടത്തുന്നത്. ഇത്രയും ദിവസം നടത്തിയിരിക്കുന്ന സ്കൂബ ടീമൊക്കെ തെരച്ചിലിന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനത്തിലേക്ക് പോകുന്നു. വളരെ വേഗത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ കോസ്റ്റൽ പോലീസും കോസ്റ്റ് ഗാർഡും ഒക്കെ സംയുക്തമായിട്ടുള്ള ഈ പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ സഹകരണം അവരുടെ കൂടെ ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ 10 ദിവസമായി ഇപ്പോൾ ഷിജിനെ കാണാതായിട്ട്. ഇത്രയും ദിവസങ്ങളായിട്ട് ഈ പരിശോധന നടത്തിയെങ്കിലും പോലും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ നേവിയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ഈ തെരച്ചിലിൽ ഫലമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഒരു 6 മണി വരെ എങ്കിലും ഈ തെരച്ചിൽ തുടരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനു മുമ്പ് ഷിജിനെ കണ്ടെത്താൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇവർ പങ്കുവെക്കുകയും ചെയ്യുന്നത്.